യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യെശയ്യാവ് 9:1 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. പണ്ട് അവൻ സെബൂലൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുന്നു. അടുത്ത വാക്യം. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഒന്ന് ചേർന്ന് പറഞ്ഞ, ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇരുട്ടിലിരുന്ന ജനം ഒന്ന് ഒരുമിച്ച് പറഞ്ഞു തന്ന ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകലൊരു വെളിച്ചം കാണുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ധതമസിലിരുന്ന ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വലിയൊരു വെളിച്ചമുണ്ട്. 2 ആമേൻ, പ്രകാശം ശോഭിച്ചു. ആമേൻ. അടുത്തത്, നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും മിദ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. മതി. ആമേൻ. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാമെന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിലിരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റു ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര കയറുകൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ചുറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്ക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വേദഭാഗമാണ്. ആമേൻ. ഹല്ലേലൂയ. തിബിരിയാസിൻ്റെ തീരം നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ആമേൻ. തിബിരിയാസിന് പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു സമുദ്രത്തിന് പറയുന്ന മറ്റൊരു പേരാണ്, ആർക്കൊക്കെ അറിയാം? ഗലീല കടൽ. ആമേൻ. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഗന്നസരത്തിൻ്റെ തീരം. ഇതെല്ലാം ആമേൻ ആമേൻ ഹല്ലേലൂയ തിബിരിയാസിൻ്റെ തീരത്തിന് പറയുന്ന പേരാണ്. ആമേൻ. ഈ ഒരു ഭാഗത്ത് നിന്നുകൊണ്ടാണ് യേശു കർത്താവിൻ്റെ ശുശ്രൂഷ മർക്കോസിൻ്റെ സുവിശേഷം 4, 5, 6 അധ്യായങ്ങളിൽ ഈ ഒരു തടാകത്തിൻ്റെ തീരത്ത്, അല്ലെങ്കിൽ ഒരു നദിയുടെ തീരത്ത് വെച്ച്, അല്ലെങ്കിൽ അവർ കടലെന്നാണ് പറയുന്നതെങ്കിലും അതൊരു തടാകമാണ്. ആമേൻ. അതിനകത്ത് നിന്നുകൊണ്ടാണ് യേശു കർത്താവ്, അതിൻ്റെ ചുറ്റുവട്ടത്തിൽ നിന്നുകൊണ്ടാണ് യേശു കർത്താവ് മർക്കോസിൻ്റെ സുവിശേഷം 4, 5, 6 അധ്യായങ്ങളിൽ ശുശ്രൂഷിക്കുന്നത്. ആമേൻ. പഴയ നിയമത്തിനകത്ത് ഈ ഭാഗത്തെ നമ്മൾ കാണുന്നത് കിന്നരത്ത് എന്ന് പറയുന്ന സ്ഥലമായിട്ടാണ് ഇതിനെ ആമേൻ ഹല്ലേലൂയ പഴയ നിയമത്തിൽ വായിക്കുന്നത്. അവൻ സംഖ്യാപുസ്തകത്തിലും ആവർത്തനത്തിലും അവൻ യോശുവയിലും ഒക്കെ അവൻ ഈ പുസ്തകങ്ങളിലൊക്കെ ഈ നദിയെക്കുറിച്ച് പറയുന്നുണ്ട്, ഈ തടാകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ അതിൻ്റെ അതിരുവരെ അവൻ ഒരു ബൗണ്ടറി പോലെ, ഒരു ബോർഡർ പോലെ ഈ ദേശത്തെ പലയിടത്തും അവൻ പരാമർശിച്ചിട്ടുണ്ട്. അമേൻ. അതിനുശേഷം പിന്നീട് അമേൻ ഇത് ഗന്നസറേത്തായി മാറുവാനിടയായി. അമേൻ. പിന്നീട് അമേൻ റോമൻ ഭരണം വന്ന സമയത്ത് അമേൻ ഇത് തിബിരിയാസായി. അമേൻ. തിബിരിയാസ് എന്ന് പറയുന്നത് അന്നത്തെ ചക്രവർത്തിയുടെ പേരിൽ ഈ അവൻ ദേശത്തെയും ആ കടലിനെയും അറിയപ്പെടുവാൻ വേണ്ടി തുടങ്ങി. അവൻ യഹൂദന്മാർക്ക് ഇത് ഗലീലയാണ്. അവൻ ഗലീലിയായിട്ട് മാറുവാനിടയായി. ഗലീലി എന്ന് പറയുന്നത് വലിയൊരു ഏരിയയാണ്. അതിനകത്തുള്ള സ്ഥലങ്ങളിൽ വരുന്നതാണ് ഈ തിബിരിയാസ് എന്ന് പറയുന്ന സ്ഥലവും. അവൻ ഗലീലയുടെ സൈഡിൽ വരുന്ന ഒരു തീരം മുഴുവൻ കടൽ വരുന്ന സ്ഥലമാണ് ഗലീല കടലായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ആ ജിയോഗ്രഫി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ ഈ ഒരു സൈഡ് മുഴുവൻ ഒരു കടലും തടാകവും ഹല്ലേലൂയ. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഗലീല ദേശവും, അതൊരു അതിർത്തി പങ്കിടുന്ന ദേശമാണ്. ഈ ദേശത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഈ ദേശത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ദേശത്താണ് ആദ്യമായിട്ട് അസീറിയൻസ് അശൂർ രാജാവ് വരികയും ഈ ദേശമാണ് ആദ്യം കൊള്ളയിടുകയൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ദേശത്ത് പെട്ടെന്ന് പുറത്തുനിന്നുള്ള ജാതിക്കാർ അധികം കയറുകയും
അമേൻ. അതുകൊണ്ടാണ് ജാതികളുടെ ഗലീല എന്നറിയപ്പെടുന്നത് ആ പട്ടണം. അമേൻ, ഹല്ലേലൂയ. അവൻ ജാതികൾ ഒരുപാട് ഈ ദേശത്ത് കടന്നു വരികയും ഇവരുടെ ഇടയ്ക്ക് ഒരുപാട് മിക്സ് ആയിട്ടുള്ള കൾച്ചറുകൾ വരികയും, അമേൻ, ഹല്ലേലൂയ, യഹൂദന്മാർക്ക് ഇവരോട് വലിയ താല്പര്യമില്ല, ഇവരുടെ ഇടയ്ക്കിലേക്ക് പോകത്തില്ല. അതുപോലെ തന്നെ ഈ ദേശത്ത് ഒരുപാട് ശവകുടീരങ്ങളുള്ളതും ശവപ്പറമ്പുകളുള്ളതുമായ ദേശമാണ്. അമേൻ. യഹൂദന്മാർക്ക് അങ്ങനെയുള്ള സ്ഥലത്ത് പോകുന്നത് അശുദ്ധിയാണ്, അത് തൊടുന്നത് അശുദ്ധിയാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർ വിസിറ്റ് ചെയ്യാറില്ല. അപ്പോൾ ഈ ദേശം പണിതിരിക്കുന്നത് തന്നെ അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഇത് പണിതിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് പോകുവാൻ ഇവർക്ക് ഭയങ്കര മടിയാണ്. അപ്പം യഹൂദന്മാർക്ക് എല്ലാ രീതിയിലും ഈ ദേശത്തോട് താല്പര്യമില്ല. രണ്ട്, ഈ ദേശത്ത് പന്നിയെ വളർത്തുന്ന അമേൻ കൂട്ടമുണ്ട്. അമേൻ. അതുകൊണ്ട് തന്നെ ഈ ദേശം ഇവർക്ക് ഭയങ്കര അൺക്ലീനാണ്. ആ ദേശത്തിലേക്ക് ഇവർ ചെല്ലത്തില്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഈ ദേശത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ആദ്യം വായിച്ച വാക്യത്തെ അവൻ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുവാനിടയാകും. അവൻ ഈ ദേശത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ ഈ ദേശം ദാനിനും നഫ്താലിക്കും കൊടുത്ത ദേശമാണ് അവൻ ഈ ഗലീല എന്ന് പറയുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അവൻ ഈ ദേശത്ത് ഇപ്പോൾ അവൻ എങ്ങനെയാണ് ഇതിൻ്റെ സിറ്റുവേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺക്ലീനായി, അവൻ യഹൂദന്മാർ അടുക്കാത്ത, പോകാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇടപെടുവാൻ പറ്റാത്ത രീതിയിൽ ഈ ദേശം അവൻ പാപത്തിൻ്റെ രീതിയിൽ കണക്കാക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഒരു 700 വർഷമായി ഇതൊരു ഇരുണ്ട സ്ഥലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് യഹൂദന്മാരുടെ രീതിയിൽ. ഈ സ്ഥലത്തേക്ക് ഇവർ ചെല്ലാറില്ല, ഇവർക്ക് ഈ സ്ഥലത്തോട് താല്പര്യമില്ല, ഇങ്ങോട്ട് പോകത്തില്ല. ഇങ്ങനെയുള്ള ഒരു സ്ഥലമായിട്ടാണ് ഇവർ ഈ തിബരിയാസും ഈ സ്ഥലമെല്ലാം കാണുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ തൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, ദാൻ നഫ്താലി ദേശത്തിൻ്റെ വഴിയിൽ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിലും മഹത്വം വരുവാനിടയാകും. പ്രൈസ് ലോർഡ്. ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കാണുവാനിടയാകും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ പ്രവചന ശബ്ദത്തെ അതിൻ്റെ നിവർത്തി എന്നതുപോലെ യേശു കർത്താവ് ആ ദേശത്തിലേക്ക് കടൽ മാർഗം സഞ്ചരിക്കുവാനിടയായി. പ്രൈസ് ലോർഡ്. ഈ തടാകത്തിന് യോർദാനുമായിട്ട് ബന്ധമുണ്ട്. യോർദാനിൽ നിന്നാണ് ഈ തടാകത്തിന് പ്രധാനമായും വെള്ളം ലഭിക്കുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയെങ്കിൽ യേശു കർത്താവ് ആ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഇരുട്ടിലിരുന്ന ജനം വെളിച്ചം കാണുന്ന രീതിയിൽ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി ആ ദേശത്ത് വെളിപ്പെടുവാൻ വേണ്ടി തുടങ്ങുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഈ ഗലീല കടലിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു തടാകമാണെങ്കിലും ഇതിൻ്റെ ജോഗ്രഫി അനുസരിച്ച്, അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു രീതി അനുസരിച്ച് ഈ തടാകത്തിൽ ഇടയ്ക്ക് ഭയങ്കര ഓളങ്ങൾ അടിക്കാറുണ്ട്. ഭയങ്കര തിരകൾ അടിക്കാറുണ്ട്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അതിന് സയൻറ്റിഫിക്കലി കുറേ കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട്. ശാസ്ത്രജ്ഞന്മാർക്ക്, ജോഗ്രഫി പഠിക്കുന്നവർക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എയറിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച്, വിൻഡിൻ്റെ രീതി അനുസരിച്ചൊക്കെ തിരിയുകയും അങ്ങനെ വരുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അതേസമയം യഹൂദന്മാരെ സംബന്ധിച്ച്, ആ ചുറ്റുപാടുമുള്ള ജാതികളെ സംബന്ധിച്ച് ഇത് ഹല്ലേലൂയ, ആ ദേശത്തിൻ്റെ മേൽ വ്യാപരിക്കുന്ന ഇരുളിൻ്റെ ശക്തി ആ കടലിനെ നിയന്ത്രിക്കുന്ന ഒരു മേഖലയായിട്ടാണ് ഇവരതിനെ കണക്കാക്കുന്നത്. പ്രൈസ് ലോർഡ്. അതുപോലെ തന്നെ പ്രധാനമായിട്ട് പഴയ നിയമത്തിൽ ഉടനീളം നിങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ മനസ്സിലാക്കുന്നത് ബാൽ എന്നുള്ളൊരു പേര് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുവാനിടയാകും. ബാലിൻ്റെ പ്രധാന അധികാരം വെള്ളത്തിൻ്റെ മേളിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഈ ദേശത്ത് കാറ്റ് കൊണ്ടുവരുമ്പോഴും ബാല് എന്ന് പറയുന്ന ദേവൻ കൊണ്ടുവരുന്ന ഒന്നാണ് കാറ്റ് എന്നുള്ള രീതിയിലാണ് ഇവർ കണക്കാക്കുന്നത്. ഹല്ലേലൂയ. രണ്ടാമത് ഇവരെ ഭയപ്പെടുത്തിയിരുന്ന മറ്റൊരു കാര്യം കടലിൻ്റെ ആ തടാകത്തിൻ്റെ ദേവനായിട്ടൊരു ദേവനെ ഇവർ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന് കാറ്റ്, രണ്ട് ഈ തടാകം, മൂന്ന് ഈ ദേശം. ഈ ദേശത്ത് പൈശാചികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ കണക്കാക്കുന്നത്. ഒരു രീതിയിലും ഇവർക്ക് ഈ ദേശത്തേക്ക് ചെല്ലുവാൻ ഒരു താല്പര്യവുമില്ലാത്ത സ്ഥലമാണ് യേശു കർത്താവ് തിരഞ്ഞെടുത്ത ഈ ദേശം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇനി നിങ്ങൾക്ക് മനസ്സിലായോ യേശു കർത്താവ് എന്തുകൊണ്ടാണ് ഇവരെ അക്കരയ്ക്ക് പോകാൻ നിർബന്ധിക്കേണ്ട വന്നതെന്ന്? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അല്ലെങ്കിൽ നോർമലായിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ഇവർ പോകത്തില്ലായിരുന്നോ? പ്രൈസ് ലോർഡ്. ഇത്രയും ഒരു കോണ്ടെക്സ്റ്റ് ഉള്ളത് കൊണ്ടാണ് യേശു കർത്താവ് നിർബന്ധമായിട്ട് ഇവരോട് ഒരു സമയത്ത് അക്കരയ്ക്ക് പോകാൻ വേണ്ടി പറഞ്ഞത്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദ്യത്തെ പ്രാവശ്യം പോകുമ്പോൾ യേശു കർത്താവ്, അവൻ മർക്കോസിന്റെ സുവിശേഷത്തിൽ ആദ്യത്തെ പ്രാവശ്യം പോകുമ്പോൾ യേശു കർത്താവ് പടകിലുണ്ട്. അവൻ രണ്ടാമത്തെ പ്രാവശ്യം അവർ നിർബന്ധിച്ച് അക്കരയ്ക്ക് വിടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ഇവരെ അതിലൂടെ കടത്തി വിടുവാൻ വേണ്ടി കർത്താവ് നിർബന്ധിച്ച് നിങ്ങൾ അതിലൂടെ പോകുക എന്ന് പറഞ്ഞ് വിടുന്ന രീതിയിലാണ് കർത്താവ് അതിലേക്ക് വിടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ഇതിനകത്ത് ഈ വെള്ളത്തിനകത്തുള്ള ഓരോ മൂവ്മെന്റും, വെള്ളം കൂടുമ്പോൾ വെള്ളം കുറയുമ്പോൾ, ഇതെല്ലാം ഇവരുടെ സൈനായിട്ടാണ് കണക്കാക്കിയിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു സ്ഥലമാണ് ഈ ഗലീല എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ജാതികളുടെ ഗലീല ഹല്ലേലൂയ യഹൂദന്മാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ. അതേസമയം ഈ സ്ഥലം ഒരുപാട് ജാതികൾക്കായി തുറക്കപ്പെട്ട സ്ഥലവുമാണ്. ജെൻറൈൽസിനായിട്ട്, പൊതുവിലുള്ള ജനത്തിനായി തുറക്കപ്പെട്ട ഇസ്രായേലിലുള്ള ഒരു പ്രധാന സ്ഥലവും കൂടിയാണ്. ഹല്ലേലൂയ. ഈ സ്ഥലത്തേക്ക് യേശു കർത്താവ് ചെല്ലുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 തൊട്ടുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗത്തേക്ക് കടന്നു വരുവാനാണ് പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങൾ, ഇതിന്റെ കോണ്ടെക്സ്റ്റ് ഞാൻ പറയുവാനിടയായത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ സ്റ്റോം എന്ന് പറയുന്ന വാക്കിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് മെഗ എന്ന വാക്കാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലിയത് എന്നർത്ഥം വരുന്ന വലിയൊരു സ്റ്റോം അവരെ അടിച്ചു എന്നുള്ള രീതിയിൽ ഈ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്രയും വലിയ ഒരു കാറ്റടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലെ ഒരു വലിയ പ്രശ്നം വരുമ്പോൾ, ഹല്ലേലൂയ, ഞാനൊരു കാര്യം നിങ്ങളോട് വിളിച്ചു പറയട്ടെ. വലിയ പ്രശ്നങ്ങൾക്ക് എത്ര വലിപ്പമുണ്ടെങ്കിലും അതിനെ ശാന്തമാക്കുവാൻ കഴിയുന്ന ഒരുവനാണ് യേശു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്റ്റോമിന്റെ വലിപ്പം വിഷയമല്ല, കൊടുങ്കാറ്റിന്റെ വിഷയം വലിപ്പമല്ല. കാരണം അവന്റെ വാക്കിൽ സകലതും നിൽക്കുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ചെറുതാണോ വലുതാണോ അതൊന്നും അവന് വിഷയമല്ല. സംഖ്യയുടെ വലിപ്പങ്ങൾ നോക്കാറില്ല. ഹല്ലേലൂയ ദൂരത്തിന്റെ ഹല്ലേലൂയ എണ്ണം നോക്കാറില്ല. അവന് ചെറുതും വലുതും ഒരുപോലെ പരിഹരിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകലും നിങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ വിഷയം ചെറുതാകട്ടെ വലുതാകട്ടെ, ഏത് അളവിലുള്ളതാകട്ടെ, ഹല്ലേലൂയ, ആ വിഷയത്തിന് പരിഹാരം ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവർക്ക് ഒരുപാട് പേടിയുള്ള സ്ഥലമാണ് ഈ കടലിൽ. കാരണം ഒരുപാട് പേര് ഈ കടലിൽ വീണ് തകർന്നു പോയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവർക്ക് ആഴങ്ങളിലേക്ക് പോകുവാൻ ഭയമുള്ള സ്ഥലമാണ് ഈ കടൽ. ഹല്ലേലൂയ. ഇവർ മീൻ പിടിക്കുമ്പോഴും പലപ്പോഴും ആഴങ്ങളിലോട്ട് വളരെ കുറവാണ് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഭാഗങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ദൂതുകൾ പലതും മനസ്സിൽ കയറി വരാൻ സാധ്യതയുണ്ട്. യേശു കർത്താവ് ആഴങ്ങളിലേക്ക് പോയി മീൻ പിടിക്കുവാൻ വേണ്ടി പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഭരിക്കുന്ന എന്താണോ അതിനെ ജയിക്കുവാൻ തക്കവണ്ണം എന്റെ വാക്കിന് ശക്തി ഉണ്ടെന്ന് തെളിയിക്കുന്ന രീതിയിൽ എന്റെ കർത്താവിന്റെ പ്രവർത്തനം അതിനകത്ത് വെളിപ്പെടുവാൻ തുടങ്ങി. ഇന്ന് പകലും നീ കടന്നു പോകുന്ന പ്രശ്നം ഏതാണോ ആ പ്രശ്നത്തിന്റെ അകത്ത് അതിന്റെ സാധ്യതകൾ ഒന്നും കാണാതിരിക്കുമ്പോഴും ആ സാഹചര്യങ്ങളുടെ അകത്തേക്ക് കയറി പോകുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നുണ്ടെങ്കിൽ അവന്റെ മഹത്വം അതിനകത്ത് വെളിപ്പെടുത്തി അവൻ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവം ശക്തനാണ്. സാധാരണയായി യേശു കർത്താവ് സംസാരിക്കുന്ന വാക്കുകളുണ്ട്, സാധാരണയായി യേശു കർത്താവ് ഉപയോഗിക്കുന്ന പദങ്ങളുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ഈ ഗലീല കടലിലൂടെ പോകുമ്പോൾ തിരമാലകൾ അടിച്ചു കയറി കഴിഞ്ഞ സമയത്ത് യേശു കർത്താവ് ഹല്ലേലൂയ യേശു കർത്താവിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന സമയത്ത് ഹല്ലേലൂയ അവൻ ഉപയോഗിച്ച വാക്ക് വളരെ ശക്തമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ 1-ാം അധ്യായം 25-ാം വാക്യത്തിനകത്ത് ഭൂതം ബാധിച്ച് തറയിൽ വീണ് ഉരുണ്ട് കിടക്കുന്ന ഒരുത്തന്റെ ഭൂതത്തെ പുറത്താക്കാൻ വേണ്ടി യേശു കർത്താവ് ഉപയോഗിച്ച അതേ വാക്ക് കടലിന്റെ അകത്ത് ഹല്ലേലൂയ തിരമാല ഉയർന്നപ്പോൾ അതിനെ ശാന്തമാക്കുവാനും അതേ പദം തന്നെ യൂസ് ചെയ്യുക. പുറത്തു പോകുക എന്നുള്ള രീതിയിൽ, ഹല്ലേലൂയ, ശാന്തമാകുക എന്നുള്ള രീതിയിൽ, അടങ്ങുക എന്നുള്ള രീതിയിൽ, ഹല്ലേലൂയ. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? അടങ്ങിയിരിക്കുക, ഹല്ലേലൂയ, ശാന്തമായിരിക്കുക, അനങ്ങാതിരിക്കുക, ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ പടകിന് നേരെ വരുന്ന തിരമാലകളെയും നിങ്ങളുടെ പടകിന് നേരെ വരുന്ന പ്രശ്നങ്ങളെയും നോക്കിയിട്ട് ഇന്ന് പകൽ എന്റെ ദൈവം വിളിച്ചു പറയുകയാ, അടങ്ങിയിരിക്കുക.
ശാന്തമായിരിക്കുക. നാളുകളായി അടങ്ങാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ, നാളുകളായി മെരുങ്ങാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ, നാളുകളായി ഒതുങ്ങാത്ത വിഷയങ്ങൾക്കുമായി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് ഇതിനകത്തുണ്ടെങ്കിൽ അവൻ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അമരത്തു കിടക്കുന്ന യേശുവിനെ ഒന്ന് നീ ഉറക്കെ വിളിക്ക. ഇന്ന് പകൽ യേശുവേ 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 എന്നൊന്ന് വിളിക്ക. അവൻ എഴുന്നേറ്റു കഴിഞ്ഞാൽ അവന്റെ വാക്കിൽ അടങ്ങാത്തതില്ല, അവന്റെ വാക്കിൽ ഒതുങ്ങാത്തതില്ല. അവൻ കൽപ്പിച്ചാൽ സകലതും. ഓ അന്തരീക്ഷം തിരിയുന്നല്ലോ ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത്. ഇവർക്ക് ഇതിന്റെ കാറ്റ് വരുന്നതിന്റെ സൗണ്ട് പേടിയാ ഇവർക്ക്. ഹല്ലേലൂയ. അമ്മ ഈ കാറ്റടിക്കുമ്പം ഇവർക്ക് ഇത് ബാലിന്റെ ശബ്ദമായിട്ടാണ് തോന്നുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ കടലിന്റെ മേളിൽ വാഴുന്ന ദേവന്റെ ശബ്ദമായിട്ടൊക്കെ ഇവർക്ക് ഇതിനെ കാണുന്നത്. ഹല്ലേലൂയ. ഇവർക്ക് ഈ ശബ്ദം പേടിയാ. ഹല്ലേലൂയ. ഈ കടൽ ഇളകുന്ന കാണുമ്പോൾ ഇവർക്ക് പേടിയാ. ഹല്ലേലൂയ. കാരണം ഇവരുടെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകളാ കയറി പോകുന്നത്. ഹല്ലേലൂയ. അവൻ ഇതിന്റെ പിന്നിൽ എന്താ ചലിക്കുന്നത്, ഇതിന്റെ പിന്നിൽ എന്താ ഉള്ളത്. ഹല്ലേലൂയ. ഇതെങ്ങനെ ആയിത്തീരും. ഹല്ലേലൂയ. ഇതെങ്ങനെയൊക്കെ അവൻ എന്റെ ലൈഫിൽ വന്ന് വീഴുമെന്നുള്ള പേടിയാണ്. ഹല്ലേലൂയ. അവൻ അകത്ത് ഭയമാണ്. അവൻ ഹല്ലേലൂയ. ഈ ഭയത്തെ നോക്കിയിട്ട് അവൻ ആ ഭയത്തെ കർത്താവ് അന്ന് പകൽ ജയിക്കുവാൻ തക്കവണ്ണം അവന്റെ വാക്കിനെ അവൻ അയക്കുവാനിടയാണ്. ഇന്ന് പകലും ചില ഭയങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ഡീൽ ചെയ്യട്ടെ, ചില പേടികളെ ദൈവത്തിന്റെ ആത്മാവ് ഡീൽ ചെയ്യട്ടെ. എങ്ങനെ ആയിത്തീരും, എന്തായിത്തീരും. ഹല്ലേലൂയ. ഈ സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഇതിൽ ഞാൻ എങ്ങനെ ആയിത്തീരുമെന്ന് ഭയപ്പെടുന്ന ചില വ്യക്തികളെ നോക്കിയിട്ട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, അവൻ ശാന്തമാകാൻ പറയുന്ന ഒരുത്തൻ നിന്റെ പടകിലുണ്ട്. ഹല്ലേലൂയ. അവൻ നിന്റെ പടകിലുള്ളിടത്തോളം നീ പേടിക്കണ്ട. അവനെ ഒന്ന് ഉണർത്തി വിളിക്കുക. ഹല്ലേലൂയ. അവൻ യേശുവേ യേശുവേ എന്ന് നീ വിളിക്കുമ്പോൾ ഹല്ലേലൂയ. ഓ റഗദനഗമന. ഹല്ലേലൂയ. ലേഖനിയ ലരഗദനിയ. അസാധ്യമെന്ന് നീ കരുതിയതിനെ, അവൻ അവസാനമെന്ന് നീ കരുതിയതിനെ, അവൻ ഒരിക്കലും തിരിയത്തില്ലെന്ന് നീ കരുതിയതിനെ അവൻ നിനക്ക് വേണ്ടി തിരിച്ച അവൻ പുത്തൻ വഴികളെ തുറക്കുവാൻ അവൻ 700 വർഷം പഴക്കമുള്ള അന്ധവിശ്വാസങ്ങൾ അവിടെ തകഴുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വർഷങ്ങളുടെ പഴക്കം പറയുന്ന അന്ധവിശ്വാസങ്ങൾ അവിടെ തകരുകയാ. ഹല്ലേലൂയ. അവൻ യഹൂദന്മാരാണെങ്കിലും ഇവർ കരുതിയിരുന്നത് ഇതിനെ ജയിക്കാൻ പറ്റത്തില്ലെന്ന, ഇതിനെ അപ്പുറം കടക്കാൻ പറ്റത്തില്ലെന്ന, ഇവിടെ വീണു പോകുമെന്ന ഇവർ കരുതിയത്. ഹല്ലേലൂയ. ഈ പ്രശ്നത്തെ അതിജീവിക്കാൻ പറ്റുമെന്ന് ഇവർക്ക് കരുതിയില്ല. ഹല്ലേലൂയ. അവൻ ഇവരുടെ അകത്ത് ഇതിനെ തോൽപ്പിക്കാനുള്ള ശക്തി ഉണ്ടെന്ന് ഇവർ കരുതിയില്ല. ഹല്ലേലൂയ. അവൻ ഇവിടെ വീണു പോകുമെന്ന് അവർ കരുതി. ഹല്ലേലൂയ. അവൻ വർഷങ്ങൾ പഴക്കമുള്ള വിഷയങ്ങളാണെങ്കിലും, അവൻ നിന്റെ പിതാക്കന്മാർ തോറ്റ സ്ഥലമാണെങ്കിലും, അവൻ നിന്റെ അപ്പൻ തോറ്റ സ്ഥലമാണെങ്കിലും, അവൻ നീ അതിനകത്ത് തോക്കത്തില്ല. ഹല്ലേലൂയ. നീ അതിനകത്ത് വീഴത്തില്ല. ഹല്ലേലൂയ. ലാധന ലരഗദനഗമന. വർഷങ്ങളുടെ പഴക്കമുള്ള വിഷയങ്ങളെയും ഇന്ന് പകൽ യേശു ഡീൽ ചെയ്യുന്ന പകലാണ്. ലാധന ലരഗദനഗമന. നിന്റെ കുടുംബത്തിൽ വാണുകൊണ്ടിരിക്കുന്ന ഇരുളിന്റെ മേഖലയെ നോക്കിയിട്ട് വിളിച്ചു പറ, എന്റെ യേശു അധികാരത്തോടെ എന്റെ ഭവനത്തിനകത്ത് വെളിപ്പെട്ട് കഴിയുന്ന മൊമെന്റിൽ അവൻ നിന്റെ സ്ഥാനം വെളിയിലാണ്.
പാരമ്പര്യം നീ പിടിച്ച് നിന്റെ തലയിൽ വെക്കല്ലേ. ഹല്ലേലൂയ. അവൻ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ശാപങ്ങൾ നീ പിടിച്ച് നിന്റെ തലയിൽ വെക്കരുത്. ഹല്ലേലൂയ. അവൻ കഴിഞ്ഞ നൂറ്റാണ്ടിലെ രോഗങ്ങൾ നീ പിടിച്ച് നിന്റെ തലയിൽ വെക്കരുത്. ഇതെന്റെ അപ്പന് വന്നതാണ്. ഹല്ലേലൂയ. എന്റെ വല്യപ്പന് വന്നതാണ്. ഞങ്ങളുടെ കുടുംബം സ്ഥിരമായിട്ട് സ്ട്രഗിൾ ചെയ്തതാണ്. ഹല്ലേലൂയ. അവൻ ഇത് ഞങ്ങളുടെ ബ്ലഡ് ലൈനകത്തുള്ളതാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ പാരമ്പര്യത്തിനകത്തുള്ളതാണ്. പക്ഷെ അത് നിന്നെ ബാധിക്കത്തില്ല. നീ യേശുവിനെ കണ്ട മൊമെന്റിൽ അവൻ ഹല്ലേലൂയ അതിന് വിരുദ്ധമായി സഞ്ചരിച്ചിരുന്ന സകല ആധിപത്യങ്ങളും അവിടെ ബ്രേക്ക് ആവുകയാ. ഓ ശാഥന ലരഗദനഗമന ധീരമന രഗദലഗമന റബോനിയ ലബ്രബാസ് വേദനിയ ലരഗദനിയ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ പാരമ്പര്യമായി വരുന്ന രോഗങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുമാറട്ടെ. ഉലാഖാദന ലരഗദനിയ ഉലാഖാദനീമന രഗദലഗമന. അവൻ എന്റെ ശബ്ദം കേൾക്കുന്ന അവൻ വ്യക്തികൾ ആരെങ്കിലും ഈ ദൂതിനെ ആത്മാവിൽ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മേളിൽ ഈ ആത്മാവിന്റെ ശക്തി ഇപ്പോൾ തീയായി വ്യാപരിക്കട്ടെ. അവരുടെ ദേഹത്തിന് തീ പിടിക്കുന്നത് പോലെ, ഓ ചൂടനുഭവിക്കുന്നത് പോലെ മരുന്നില്ലെന്ന് പറയുന്നതും ഹല്ലേലൂയ അവൻ സൗഖ്യമില്ലെന്നും പറയുന്ന വിഷയങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ദൈവത്തിന്റെ സൗഖ്യവുമായി ദൂതന്മാർ ഇതിനകത്ത് സഞ്ചരിക്കുന്നു. ഹല്ലേലൂയ. ലാധന ലരഗദനഗമന ശധനീമന രഗദനയ ലംബ്രമോദില രഗദനഗമന റബോദിനിമന രഗദനയ ലാധന ലരഗദനിമന രഗദലഗമന ശധനിയ ലരഗദനഗമന ഓ രഗദനഗമന രഗദനിയ ശധനഗമന രഗദനിമന രഗദനിയ ഓ രഗദനിയ. ഓ ചിലർ ഇവിടെ നിന്നുകൊണ്ട് ദൂരദേശങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്നല്ലോ. ഹല്ലേലൂയ. ഓ രഗദന ലരഗദനഗമന ലദനഗമന രഗദനിയ. ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഇതിനകത്ത് പൊങ്ങി വരുന്നല്ലോ. ഓ ഇന്ന് പകൽ അവിടേക്ക് ദൈവ സാന്നിധ്യം സഞ്ചരിക്കട്ടെ. ഹല്ലേലൂയ. അവൻ ദൈവ സാന്നിധ്യം സഞ്ചരിക്കട്ടെ. അവൻ അതിവേഗം ഓടുന്ന വചനമയച്ചു വിടുവിക്കുന്നവൻ, തന്റെ അടിപ്പിണരുകളാൽ സൗഖ്യമുണ്ടെന്ന് പറയുന്ന അവൻ ആ വാക്കിന്റെ മേളിൽ ഹല്ലേലൂയ ഇന്ന് പകൽ നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൻ ചില ദൂര സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ വിടുതലിന്റെ കരം ഹല്ലേലൂയ ലാധന ലരഗദനിമന രഗദനിയ അസാധ്യമെന്ന് പറഞ്ഞതിനെ അവൻ എന്റെ കരങ്ങളിൽ തന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. അവൻ ലോകം നടക്കത്തില്ലെന്ന് പറഞ്ഞ സാഹചര്യത്തിന്റെ അകത്ത് നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ, നിങ്ങളുടെ മുമ്പിൽ ജീവിക്കുന്ന സാക്ഷ്യമായി നിൽക്കുവാൻ എനിക്ക് കഴിയുമെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്ന അതേ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ തിരിക്കുവാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ കഴിയും. അവൻ നിങ്ങളെയും സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഓ രഗദലഗമന ശധനിയ ലംബ്രമ ദിലഗനഗമന റബനിമന റബദനിയ ഊരാധാല രാഖാസഥേനിമന രഗദനിയ. ഓ കാറ്റും കടലും കൂടി അവനെ അനുസരിക്കുന്ന കണ്ടപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുക, എന്ത് തരത്തിലുള്ള മനുഷ്യനായത്? ഹല്ലേലൂയ. അതിന്റെ യഥാർത്ഥ ഭാഷയുടെ ട്രാൻസ്ലേഷൻ വരുമ്പോഴത്തേക്കിന് അവർ ചോദിക്കുന്നത് ഏത് സ്പീഷീസിൽ പെടുന്ന സാധനമായത്? ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ തമാശയ്ക്കൊക്കെ പറയത്തില്ല ഇത് എന്ത് ജന്തുവാണെന്ന്. ഹല്ലേലൂയ എന്ന് പറയുന്നത് പോലെ ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്നില്ല ഇത് ഏത് സ്പീഷീസിൽ പെടുന്നതാണ്, ഏത് തരത്തിൽ പെടുന്നതാണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇവരുടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ഇവരുടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം ഇവർ കേട്ടിട്ടില്ല. ഹല്ലേലൂയ. അവർ ആകെ കണ്ടിട്ടുള്ളത് പഴയ നിയമത്തിനകത്ത് യാഹുവേ അവൻ തന്റെ വാക്കുകൊണ്ട് സകലത്തെ നിയന്ത്രിക്കുന്നവർ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അവന്റെ വാക്കിൽ അവൻ കടൽ രണ്ടാകുന്നത് അവർ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അവർ നിന്ന് നോക്കുമ്പോൾ യേശു കർത്താവ് അതേ അധികാരത്തിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ അവൻ അതേ വാക്കിൽ നിന്നുകൊണ്ട് സംസാരിക്കുക. കടൽ അവന്റെ വാക്ക് കേൾക്കുക, പ്രകൃതി അവന്റെ വാക്കനുസരിക്കുക. നിന്റെ ജീവിത സാഹചര്യങ്ങളിൽ ചിലത് ഹല്ലേലൂയ നിന്റെ ദൈവം ആരെന്ന് നിനക്ക് വെളിപ്പെടുത്തി തരുന്ന നിന്റെ ദൈവം ആരെന്ന് നിനക്ക് വെളിപ്പെടുത്തി തരുന്ന
ഇന്ന് വരെ കാണാത്ത ഒരു ദൈവത്തിന്റെ വെളിപ്പാടിനെ നിനക്ക് തുറന്നു തരുന്ന ചില അധ്യായങ്ങൾ ചിലരുടെ ജീവിതത്തിൽ അവൻ തിരിച്ചറിയാത്ത ദൈവ സാന്നിധ്യത്തിന്റെ ആഴത്തെ അവൻ മറ്റാർക്കും വെളിപ്പെടാത്തതിനെ വെളിപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ നിന്റെ ലൈഫിൽ വരുമ്പോൾ മറ്റൊരുത്തിനും അത് മനസ്സിലാകത്തില്ലെന്നേ, മറ്റാർക്കും അത് പിടികിട്ടത്തില്ലെന്നേ. ഹല്ലേലൂയ. പക്ഷെ നീ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ ആ പ്രശ്നത്തെ നേരിടുമ്പോൾ ആ പുറത്തിറങ്ങുന്ന ഒരു പുതിയ വെളിപ്പാടില്ല. ജനം കാണാത്ത യേശുവിനെ നീ കാണും. അവൻ പൊതുകൂട്ടത്തിന് കാണാൻ പറ്റാത്ത യേശുവിനെ നീ കാണും. അവൻ പൊതുസമൂഹത്തിന് കാണാൻ പറ്റാത്ത ഒരു യേശുവിനെ നീ കാണും. അപ്പം കൊടുക്കുന്ന യേശുവിനെ എല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷെ കടലിനെ നിയന്ത്രിക്കുന്ന യേശുവിനെ കണ്ടതാ. കടലിനെ നിയന്ത്രിക്കുന്ന യേശുവിനെ കണ്ടതാ. അവന്റെ വായിൽ നിന്ന് ശക്തി പുറപ്പെടുന്നത് കണ്ടതാ. ചില പ്രശ്നങ്ങളുടെ അകത്തോടെ കയറി പോകുമ്പോൾ നീ ചിന്തിക്കും, എന്തിനാ ഇതിനകത്തോടെ എന്നെ കയറ്റിവിടുന്നേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തിനാ ഈ സാഹചര്യത്തിന്റെ അകത്തോടെ എന്നെ കയറ്റിവിടുന്നേ? ഇതിനകത്തോടെ എന്നെ കയറ്റിവിടേണ്ട ആവശ്യമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. മറ്റാർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് നിന്നോട് ഇടപെടാനുണ്ട്. മറ്റൊരു വ്യക്തിക്കും മനസ്സിലാകാത്ത രീതിയിൽ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. പബ്ലിക്കിനില്ലാത്ത പ്രശ്നം എനിക്കെന്തിനാ കർത്താവേ? ഞാൻ നിങ്ങളുടെ കൂടെ നടക്കുന്നതല്ലേ അപ്പാ. സമൂഹമെല്ലാം വന്നിരുന്നിട്ട് പോകുമ്പോഴും ഞാൻ നിനക്ക് വേണ്ടി വേദി ഒരുക്കുന്നവനല്ലേ? ഞാൻ നിനക്ക് വേണ്ടി ടേബിൾ ഒരുക്കുന്നവനല്ലേ? ഞാൻ നിന്റെ ഒപ്പം നിന്നെ ചുമന്നുകൊണ്ട് നടക്കുന്നവനല്ലേ? എന്തിനാ എൻ്റെ ലൈഫിൽ ഈ പ്രശ്നം? എന്തിനാ എനിക്ക് എല്ലാവർക്കും ഇല്ലാത്ത പ്രശ്നം എനിക്കിട്ടത്? എന്തിനാ 1000-ൽ ഒരുത്തിന് വരുന്നതും ലക്ഷങ്ങളിൽ ഒരുത്തിന് വരുന്നതുമായ കണ്ടീഷനെ എൻ്റെ അകത്തിട്ടത് എന്തിനാ? എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. അവർക്ക് കിട്ടാത്തൊരു വെളിപ്പാടിന് എനിക്ക് നിന്റെ അടുത്ത് പകരാനുണ്ട്. അവർക്ക് കാണാൻ പറ്റാത്തതും മനസ്സിലാക്കാൻ പറ്റാത്തതുമായ ഒരു പുതിയ വെളിപ്പാടിനെ എനിക്ക് നിന്നോട് കൈമാറാനുണ്ട്. ഇന്ന് പകൽ ഈ ദൂത് ചില വ്യക്തികളുടെ ജീവിതത്തിനകത്തെ ആഴത്തിൽ വന്ന് വീഴുകയാ. നീ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നിസ്സാരമെന്ന് മറ്റുള്ളവർക്ക് തോന്നിയാലും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ വേദനയെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ആ വേദനയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇന്ന് വരെ നീ അറിഞ്ഞിട്ടില്ലാത്ത രീതിയിൽ ദൈവത്തെ അറിയുവാനിടയാകും. മറ്റുള്ളവർക്ക് ഇത് മരണത്തിന്റെ സ്ഥലമാ. മറ്റുള്ളവർക്ക് ഇത് പേടിപ്പെടുത്തുന്ന സ്ഥലമാ. മറ്റുള്ളവർക്ക് ഇത് വേദനയുടെ സ്ഥലമാ. നിനക്കിത് വേദനയുടെ സ്ഥലമല്ലെന്നേ, നീ നിന്റെ ദൈവത്തെ അറിയുന്ന സ്ഥലമായി. നിന്റെ ദൈവം ആരാണെന്ന് നിനക്ക് റിവീൽ ചെയ്യപ്പെടുന്ന സ്ഥലമാണിത്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ ദൂതിനെ അതുപോലെ സ്വീകരിക്കുന്ന ചിലരുടെ ലൈഫിന്റെ അകത്തേക്ക് എന്റെ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുന്ന പകലാണ്. അല്പനേരം ആ ദൂതിനെ ഒന്ന് സ്വീകരിച്ചാട്ടെ. പ്രാർത്ഥനയോടെ ആ ദൂതിനകത്ത് നിന്നാട്ടെ. ഹല്ലേലൂയ. അവർ കണ്ടിട്ടുള്ള എല്ലാ റബിമാരും വാക്കുകൾ കൊണ്ട് പറഞ്ഞു വിടത്തേ ഉള്ളൂ. ഹല്ലേലൂയ.
പക്ഷെ ഈ റബി വാക്ക് കൊണ്ട് പറഞ്ഞു വിടുന്നവനല്ല, അവൻ വാക്ക് പറയുന്നതിനോടൊപ്പം തന്നെ അധികാരവും സഞ്ചരിക്കുന്നു. ഓ റഖദലഗമന റബദനിമന റഖദനിയ അശ്വദനിമന റഖദനിയ. അവർ അന്ന് സൃഷ്ടാവിൽ മാത്രം കണ്ടിരുന്ന ക്വാളിറ്റിയെ ജീസസിൽ കാണുകയാ. അവർ തിരിച്ചറിയുകയാ ഇവനെ രണ്ടായിട്ട് കാണാൻ പറ്റത്തില്ലെന്ന്. അവൻ പിതാവ് ഇവനും ഒന്നാണെന്ന് അവിടെ മനസ്സിലാവുകയാ. ഹല്ലേലൂയ. ലേഥേനിയ ലറഗദനിയ. പത്രോസേ, നീ എവിടാ കണ്ടത്? ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനാ മുറിയിലാണോ? ഹല്ലേലൂയ. അവൻ നീ പാവിരിച്ച് ഹല്ലേലൂയ ഉപവസിച്ചപ്പോഴാണോ ഇത് കണ്ടത്? അവൻ പറയാ, അല്ല, എന്റെ ലൈഫിലെ ഏറ്റവും ഡേഞ്ചർ മൊമെന്റിലാണ് ഞാൻ മനസ്സിലാക്കിയത് ഇവൻ ഹല്ലേലൂയ സകലത്തിന്റെയും നാഥനാണെന്ന്. ഹല്ലേലൂയ. എല്ലാം തീർന്നുവെന്ന് കരുതി ഞാൻ അവസാനിപ്പിച്ചവിടത്തെ ഞാൻ കണ്ടത് ഇവൻ ആരെന്നുള്ള വെളിപ്പാട്. ഹല്ലേലൂയ. ഇവിടം കൊണ്ട് ഞാൻ തീർന്നു, ഒതുങ്ങി. അവൻ ഇനി എനിക്ക് പുറത്തേക്കൊരു വഴിയില്ലെന്ന് കരുതിയ സ്ഥാനത്ത് എനിക്ക് എന്റെ ദൈവം വെളിപ്പെടുത്തി തന്നു അവൻ ഇവൻ ആരാണെന്ന്. ഹല്ലേലൂയ. ചിലരുടെ ലൈഫിനെ നോക്കിയിട്ട് ഞാൻ വിളിച്ചു പറയാം, അവൻ ചില മേഖലകൾ ദൈവം അറിയാതെ നിന്നെ വിട്ടതല്ല. ചില സാഹചര്യങ്ങളിലൂടെ നിന്നെ കടത്തി വിട്ടത് ദൈവം അറിയാതെ വിട്ടതല്ല. അവൻ ഹല്ലേലൂയ. അവൻ നിനക്ക് തോന്നിയേക്കാം അവൻ നിന്നെ വിട്ടിട്ട് പോയെന്ന്. ഇല്ല ഇല്ല ഇല്ല. അവൻ ഹല്ലേലൂയ. ഇന്ന് വരെ അറിയാത്ത ഒരു യേശുവിനെ നീ അവിടെ അറിയും. ഹല്ലേലൂയ. ഇന്ന് വരെ അറിയാത്ത അപ്പന്റെ സ്നേഹം നീ അവിടെ അറിയും. ഓ ശതനഗമനരഗദനഗമന ലറഖദനാലബ്രവാസബേനിയോ ലറഗദനഗമന ധൂലമനരഗദനഗമന. ആ പാട്ടൊന്ന് റിപ്പീറ്റ് ചെയ്തേ. ലാധനാലരഗദന ഓ രാധനഗമന ശതനിയ ലാധനഗമന റബദനി ലാധുഷബേനിയ ലബ്രവാദിലരഗദ ലല്ലതുനയേ പരിശുദ്ധാത്മാവേ മനസ്സിലൊന്ന് ധ്യാനിച്ചേ. ആ കേട്ട ദൂതിനെ നിങ്ങൾ സ്വീകരിച്ചോണ്ട് അവൻ ഇതേ സംഭവത്തെ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുമ്പോൾ പത്രോസ് ചോദിക്കുക, കർത്താവേ, നീയാണെങ്കിൽ ഞാനൊന്ന് ഇറങ്ങി വന്നോട്ടെ. പ്രൈസ് ദി ലോർഡ്. നീയാണെങ്കിൽ എനിക്കും കൂടെ ഒന്ന് ഇറങ്ങി വരാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുപാട് പേരെ തകർത്ത ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് പേര് വീണുപോയ ചരിത്രം കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നോട്ടെ. ഹല്ലേലൂയ. അവൻ കാലെടുത്ത് വെച്ച് കർത്താവിൻ്റെ ഒപ്പം ഇറങ്ങാൻ വേണ്ടി തുനിയുകയാണ്. ഹല്ലേലൂയ. റോധേനിയ അലറഗദനിയ. നീ പേടിപ്പിക്കുന്ന, നിന്നെ പേടിപ്പെടുത്തുന്ന സ്ഥലത്ത് ഹല്ലേലൂയ നിന്നെ വീഴാൻ സമ്മതിക്കുന്ന ഒരു ദൈവമല്ല എൻ്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഭയപ്പെടുത്തുന്ന സ്ഥലത്ത് അവൻ നീ അവിശ്വസിച്ചാൽ പോലും നിന്നെ വിട്ടുകൊടുക്കുന്ന ഒരു ദൈവമല്ല എൻ്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ പേടിക്കുന്ന സാഹചര്യമുണ്ട്, ഭയപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട്. പക്ഷെ പേടിക്കണ്ട, കൂടെ നിൽക്കുന്ന അപ്പൻ ചവിട്ടി താഴ്ത്തുന്നവനല്ല, വലിച്ചെടുക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
മറ്റേത് റബി ആണെങ്കിലും ഏത് ഗുരുക്കന്മാരാണെങ്കിലും ഒരു നിമിഷം ചിന്തിക്കും, ഇവൻ എൻ്റെ വാക്ക് കേട്ടിട്ട് അവിശ്വസിച്ചല്ലോ, ഇവനെ വിട്ടുകളഞ്ഞേക്കാം, ഇവനൊരു പാഠം പഠിക്കട്ടെ എന്ന് കരുതി കാണും. പക്ഷെ എൻ്റെ അപ്പൻ അത് ചെയ്യത്തില്ല. നീ ഒന്ന് തിരിഞ്ഞിട്ട് യേശുവേ എന്ന് വിളിക്കുമ്പോൾ അടുത്തത് നീ തൊടുന്നത് അവന്റെ കയ്യിലായിരിക്കും, അടുത്തത് നിന്റെ കരമിരിക്കുന്നത് അവന്റെ കയ്യിലായിരിക്കും. ഹല്ലേലൂയ. തിരമാലയ്ക്ക് നിന്നെ വിട്ടുകൊടുക്കുന്നവനല്ല എൻ്റെ ദൈവം. ഹല്ലേലൂയ. പ്രശ്നത്തിന് നിന്നെ ഇട്ടുകൊടുക്കുന്നവനല്ല എൻ്റെ ദൈവം. ദൈവദാസനെ, നീ എത്ര ചുഴിയിൽ പോയാലും അതിനകത്ത് നിന്ന് നിന്നെ വലിച്ചെടുത്ത് യുഗങ്ങളുടെ പാറയാകുന്ന ക്രിസ്തുവിൽ നിന്നെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരുത്തനുണ്ട്. ഓ പിളർന്നതാം പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ. ഹല്ലേലൂയ. ആ പാറയുള്ളിടത്തോളം എനിക്ക് ഭയപ്പെടാൻ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇവർ ചെല്ലുന്നത് ഗദരദേശത്തേക്കാണ് ചെല്ലുന്നത്. സമയക്കുറവുകൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. ഹല്ലേലൂയ. കടലിലെ ഈ പ്രശ്നമെല്ലാം കഴിഞ്ഞവർ ഒരു വിധത്തിൽ ഇതിനെ അതിജീവിച്ച് അടുത്ത് ചെല്ലുന്നത് ഗദരദേശത്ത് ചെന്ന് കഴിയുമ്പോൾ നാളുകളായി, ഹല്ലേലൂയ, അവൻ പാപത്തിൻ്റെ അകത്ത് കിടക്കുകയും ശാപത്തിൻ്റെ അകത്ത് കിടക്കുകയും ശത്രു തോളിൽ നുകം വെച്ചു കൊടുക്കുകയും ചെയ്തിരുന്ന ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. ഇവൻ വന്നിട്ട് വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്ര, അവൻ ഞങ്ങളെ ദണ്ഡിപ്പിക്കുന്നത് എന്ത്? പ്രൈസ് ദി ലോർഡ്. മറ്റൊരു ഭാഗത്ത് പറയുന്നത് സമയത്തിന് മുന്നമേ ദണ്ഡിപ്പിക്കുന്നത് എന്ത്? ഏതായി സമയം? ഏതാണ് ഈ സമയം? യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ ഒരു വാക്ക് എഴുതി വച്ചിരുന്നു, ദാനിലും നഫ്താലിയിലും ഒരു വെളിച്ചം വീശുമെന്ന്. ആമേൻ. ഇവൻ അറിയാമായിരുന്നു എന്നെങ്കിലും ഈ വെളിച്ചം ഇവിടെ തൊടാതെ പോകത്തില്ലെന്ന്, ഈ വെളിച്ചം ഇവിടെ കയറാതെ ഇറങ്ങത്തില്ലെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ പറയാ, സമയത്തിന് മുന്നേ എന്തിനാ വന്നേ? എനിക്കറിയാം എൻ്റെ ആധിപത്യം ഇവിടുന്ന് പോകുമെന്ന്. കുറച്ച് നാളും കൂടെ ഞാൻ ഇവിടെ നിൽക്കത്തില്ലായിരുന്നോ? ഹല്ലേലൂയ. കുറച്ച് നാളും കൂടെ നീ ഇവിടെ ഒന്ന് ഒതുക്കത്തില്ലായിരുന്നോ? പക്ഷേ യേശു കർത്താവ് മിണ്ടാതെ അവിടെ നിൽക്കുമ്പോൾ തന്നെ വചനം എഴുതി വെച്ചിരുന്നു, ആ ശുദ്ധാത്മാവിനോട് പുറത്തു പോകുവാൻ അവൻ കൽപ്പിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ഇന്ന് പകൽ ഞാൻ നിങ്ങളെ നോക്കിയിട്ട് വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ ചില വിഷയങ്ങളെ എൻ്റെ ദൈവം, ഹല്ലേലൂയ, സമയത്തിന് മുന്നമേ വേഗത്തിൽ ചില കാര്യങ്ങൾ ഇടപെടുവാൻ. അവൻ ഈ മനുഷ്യൻ ഒരുപാട് ദണ്ഡനം സഹിച്ചായിരുന്നു, ഈ മനുഷ്യൻ ഒരുപാട് വേദന സഹിച്ചായിരുന്നു. ഹല്ലേലൂയ. അവൻ ഇവനെ ഒരുപാട് ഞെരുക്കിയായിരുന്നു. ഹല്ലേലൂയ. അവൻ യേശു കർത്താവ് പറയുക, മതി, ഹല്ലേലൂയ, ഇവനെ വിടുവാൻ സമയമായി, ഇനി ഇവനെ തൊടാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവന്റെ മേലിൽ നീ ഒരു പരിധിക്ക് മേലെ അവൻ കഷ്ടം വെച്ചിരുന്നു. ഹല്ലേലൂയ. ഇനി ഇവനെ തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. അവനോട് ചോദിക്കുന്നതിന്റെ പേരെന്താ? ലെഗിയോൻ. ഹല്ലേലൂയ. 6000 പേരുടെ അവൻ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ്. ഹല്ലേലൂയ. ആ ദേശത്തെ കൺട്രോൾ ചെയ്തിരുന്ന രീതിയിൽ അവൻ, ഹല്ലേലൂയ, ഒരു മിലിറ്ററി സെറ്റപ്പിലാണ് ആ പേരൊക്കെ വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. ആ ദേശത്തിന്റെ മേലിൽ വാണുകൊണ്ടിരുന്നതാണ്. ഹല്ലേലൂയ. ആ ദേശത്തിൽ ഒരാൾക്കും ഇവനെ ഒതുക്കുവാൻ പറ്റത്തില്ല, പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ഇവനെ എങ്ങനെ ബന്ധിച്ചാലും ഇവൻ അത് പൊട്ടിച്ചുകൊണ്ട് വെളിയിൽ പോകും. ഹല്ലേലൂയ. ഇവനെ ഏത് ചെയിൻ ഇട്ടാലും അവൻ ആ ചെയിനെ ബ്രേക്ക് ചെയ്തിട്ട് വെളിയിൽ വരും. ഹല്ലേലൂയ. ഇവൻ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നവനാ. ഹല്ലേലൂയ. ആമേൻ. അത് പറയുമ്പോൾ അവൻ പണ്ടൊരു ദൈവദാസൻ പറഞ്ഞ ദൂതിനെ ഞാൻ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന വിളിച്ചു പറയട്ടെ. അവൻ പിശാച് ഉള്ള ഒരുത്തൻ. ഹല്ലേലൂയ. പൈശാചിക ശക്തിയിൽ അവന്റെ കയ്യിൽ കിടന്ന ചെയിനെ പൊട്ടിക്കാൻ പറ്റുമെങ്കിൽ, ഹല്ലേലൂയ, അവൻ സകലത്തിന്റെ മീതെ ആവരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി അകത്തുള്ള അവൻ ഞാനും നീയും ചെന്ന് നിൽക്കുമ്പോൾ പൊട്ടാത്ത ചെയിനുകളില്ല. ഹല്ലേലൂയ. പൊട്ടാത്ത ബന്ധനങ്ങളില്ല, പൊട്ടാത്ത ചങ്ങലകളില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ നിന്റെ ജീവിതത്തെ നോക്കിയിട്ട് വിളിച്ചു പറ, ശത്രു വെച്ചിരിക്കുന്ന ഏത് കെട്ടുകളാണെങ്കിലും അതിനെ പൊട്ടിക്കുവാൻ കഴിയുന്ന ആത്മീയ അധികാരമുള്ള ഒരുത്തൻ എന്റെ പടകിലുണ്ട്. ഹല്ലേലൂയ.
ഈ മനുഷ്യൻ എവിടെ ജീവിച്ചുകൊണ്ടിരുന്ന ശവകുടീരങ്ങളുടെ ഇടയ്ക്കാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച സ്ഥലത്ത്. ഹല്ലേലൂയ. അവൻ ഇവന്റെ ലൈഫിനകത്ത് ആനന്ദമില്ല, സന്തോഷമില്ല. ഹല്ലേലൂയ. ഇവൻ ജീവിക്കുന്നത് തന്നെ അൺക്ലീൻ ആയിട്ടുള്ള സ്ഥലത്താണ്. ഹല്ലേലൂയ. യഹൂദന്മാർക്ക് കയറാൻ പറ്റാത്ത സ്ഥലത്താണ് ഇവൻ താമസിക്കുന്നത് തന്നെ. ഹല്ലേലൂയ. അവൻ ശവത്തെ ഒന്ന് തൊട്ടാൽ യഹൂദന് കുളിച്ച് വൈകുന്നേരം വരെ മാറി നിൽക്കണം. ഹല്ലേലൂയ. അങ്ങനെയുള്ള സ്ഥലത്താണ് ഇവൻ വസിക്കുന്നത് തന്നെ. ഹല്ലേലൂയ. ഇവന്റെ വാസം തന്നെ അശുദ്ധിയില്ല. ഹല്ലേലൂയ. ഇവന്റെ വീട് തന്നെ അശുദ്ധിയില്ല. ഹല്ലേലൂയ. നാളുകളായി ഇവനെ ഈ സ്പിരിറ്റ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇവനെ ഹല്ലേലൂയ അശുദ്ധിയിലേക്ക് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇവന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇവൻ പോലും അറിയാതെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ ഈ ദൂതുമായി ബന്ധപ്പെട്ട് ഹല്ലേലൂയ ശരീരത്തെ ടോർച്ചർ ചെയ്യുന്ന, അവൻ വേദനിപ്പിക്കുന്ന ഹല്ലേലൂയ ലബോദിനിമന റഗദനഗമന ശദനിമന റഗദനിയ ഹല്ലേലൂയ ലാസധോനി ലബ്രബ ദുലരഗദനിയ ലഖ്രദനിമന റബോദിനിമന റഹനിയ ലേഥേനിയ ലരഗദനഗമന ഹല്ലേലൂയ ശരീരത്തെ ദണ്ഡിപ്പിക്കുകയും ഹല്ലേലൂയ വേദനിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ ഹല്ലേലൂയ നാളുകളായി ഹല്ലേലൂയ അവൻ ഒതുക്കുന്ന, ദേശത്തിന്റെ മേൽ വ്യാപരിക്കുന്ന ഇരുളിന്റെ വ്യാപാരങ്ങൾ ഹല്ലേലൂയ ലഥേനിയ ലഖ്രദനിമന റബദനഗമന ശദനിയോ ലംബ്രമാസ് മേനി ലരഗദനിയ. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, അവൻ വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ ആ രോഗബന്ധനത്തെ ഞാൻ ആത്മാവിൽ പുറത്താക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷേ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും താല്പര്യമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. 6-ാം അധ്യായത്തിൽ ഇതേ പ്രശ്നം തന്നെ വീണ്ടും ഉദിക്കുകയ. ഹല്ലേലൂയ. ഇതേ പ്രശ്നത്തിലൂടെ ഇവർ വീണ്ടും സഞ്ചരിക്കുക. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഈ കടലിലൂടെ ഇവർ വീണ്ടും സഞ്ചരിക്കുന്ന സമയത്ത്, ഈ പ്രതികൂലത്തിന്റെ നടുവിലൂടെ ഇവർ വീണ്ടും സഞ്ചരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ ആമേൻ, ഈ കടലിൽ ഇവർ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവരെ പേടിപ്പെടുത്തുന്ന പലതും ഉണ്ടായിരുന്നു ഈ കടലിൽ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. യഹൂദന്മാരുടെ വിശ്വാസം അനുസരിച്ച്, ചുറ്റുമുള്ള ജനത്തിന്റെ വിശ്വാസം അനുസരിച്ച് വെള്ളത്തിൻ്റെ ശക്തികൾ ജയിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണെന്നാണ് ഇവർ കരുതിയിരുന്നത്. ഹല്ലേലൂയ. അവൻ വെള്ളത്തിൽ നിന്ന് കയറുന്ന ശക്തികൾ അവൻ ജയിക്കുവാൻ പറ്റാത്തതിനും അപ്പുറമാണെന്നാണ് ഇവർ കരുതിയിരുന്നത്. ഹല്ലേലൂയ. അവൻ കടലിൽ വന്നിരുന്ന കാറ്റിനെ ഇവർ ഭയപ്പെട്ടിരുന്നു. അവൻ കടലിനെ ഇവർ ഭയപ്പെട്ടിരുന്നു. കരയെ ഇവർ ഭയപ്പെട്ടിരുന്നു. പക്ഷേ യേശു കർത്താവ് അവിടെ നിന്ന് അന്തരീക്ഷത്തെയും വെള്ളത്തെയും കരയെയും ഒരുപോലെ തൊടുകയാണ്. ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നതാണെങ്കിലും, വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നതാണെങ്കിലും, കരയിലൂടെ സഞ്ചരിക്കുന്നതാണെങ്കിലും അവന്റെ വാക്കിന്റെ മുമ്പിൽ സകലതും അടങ്ങുവാനാണ്. ഇന്ന് പകൽ ഞാൻ ഇവിടെ നിന്നോട് വിളിച്ചു പറയട്ടെ, നിനക്കോ നിന്റെ കുടുംബത്തിനെതിരെയോ ഹല്ലേലൂയ ഈ 3 തലത്തിൽ എവിടെ നിന്നും ശത്രു വെല്ലുവിളിച്ചാലും നിന്നെ തൊടാൻ പറ്റാത്ത രീതിയിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ വെളിപ്പാട് നിന്റെ അകത്ത് വീഴട്ടെ. ദൈവത്തിന്റെ കരത്തിന്റെ വെളിപ്പാട്. യോബിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ സമുദ്രത്തിന്റെ മീതെ നടക്കുന്നു. ഹല്ലേലൂയ. അവൻ ഇവർ ഇത്രയും നാളും അത് കേട്ടിട്ടേ ഉള്ളായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് അവർ ആ ദൈവത്തെ കാണുക, സമുദ്രത്തിന്റെ മീതെ നടക്കുന്നവനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ കേട്ടതിനെ അവരുടെ കണ്ണാലെ കാണുകയ. ഹല്ലേലൂയ. അവൻ ദാനിനും നഫ്താലിയിലും വീണ ഹല്ലേലൂയ അവൻ നഫ്താലിയിൽ വീണ ദൂതിനെ ഹല്ലേലൂയ യേശു കർത്താവ് വേഗത്തിൽ ചെയ്തു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അവൻ കടലിന്റെ മേളിൽ വ്യാപരിച്ചിരുന്നത് ഇതിനെ വൈകിപ്പിക്കുവാൻ ശ്രമിച്ചു. കരയുടെ മേൽ വ്യാപരിച്ചിരുന്നത് ഇത് വൈകിപ്പിക്കുവാൻ ശ്രമിച്ചു. ഹല്ലേലൂയ. കാറ്റിതിനെ വൈകിപ്പിക്കുവാൻ ശ്രമിച്ചു. ഹല്ലേലൂയ. പക്ഷേ വീണ ദൂതിനെ
സമയത്തിന് മുന്നമേ ചെന്ന് ഹല്ലേലൂയ അതിനെ അവിടെ ചെയ്തെടുക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ മേൽ കേട്ട ഏതെങ്കിലും വാഗ്ദത്തങ്ങൾ, നിന്റെ മേൽ കേട്ട ഏതെങ്കിലും ദൂതുകൾ, ഹല്ലേലൂയ, കരയിലൂടെ സഞ്ചരിക്കുന്നതോ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നതോ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നതോ വൈകിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം, യേശുവേ എന്ന് നീ ഉറക്കെ വിളിച്ചേ. ഹല്ലേലൂയ. അവൻ ഇന്ന് ഇറങ്ങി വരുന്ന പകലാം. ചില മേഖലകളിൽ അവൻ ആക്സിലറേഷൻ കൂട്ടുകയാ. ഹല്ലേലൂയ. ചില മേഖലകളിൽ അവൻ വേഗത വർദ്ധിപ്പിക്കുകയാ. ഹല്ലേലൂയ. റാഥന ലറഗദനി മന വറഖദനിയ ശമദനി മന റഗദനിയ ദുലമന റബദലഗമന റബോനി മന റഗദനിയ. അവൻ വേഗത വർദ്ധിപ്പിക്കുന്നതെന്ന് പകൽ ആലോചന പറയുവാൻ ഷാധാ ലാറാ ഖാസെ ഖേനിയോ ലംബ്രമാ സമേദനി മന റഗദനിയ ദുലമന റബദലഗമന. ഹല്ലേലൂയ. ചിലരുടെ വേഗതയെ അവൻ വർദ്ധിപ്പിക്കുന്നു, വേഗതയെ വർദ്ധിപ്പിക്കുന്നു, വേഗതയെ വർദ്ധിപ്പിക്കുന്നു എന്ന്. ഹല്ലേലൂയ. അമേൻ. അവർ ഒരുമിച്ച് വിളിച്ചു പറഞ്ഞു ഹല്ലേലൂയ, അത് ഭൂതമാ. ഹല്ലേലൂയ. അമേൻ. 6-ാം അധ്യായത്തിൽ അവർ വിളിച്ചു പറയും, ഇത് ഭൂതമാണ്. കാരണം ഹല്ലേലൂയ, ഈ കടലിൽ എപ്പോഴും കയറി വരുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഇത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതിനകത്ത് ഭൂതം മാത്രമേ വരത്തുള്ളൂ. ഹല്ലേലൂയ. കൊല്ലുവാൻ വരുന്നതാ. ഹല്ലേലൂയ. അമേൻ. ഈ കടലിന്റെ തിരമാല ഇങ്ങനെ ഉയരുമ്പോൾ ഞങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാകും ഇതെന്താണെന്ന്. ഹല്ലേലൂയ. അമേൻ. ഈ കടലിനെ ശാന്തമാക്കുവാൻ ആർക്കും കഴിയത്തില്ലെന്നേ. ഹല്ലേലൂയ. അമേൻ. ആ പടകിന്റെ അകത്തേക്ക് അവർ നോക്കുമ്പോൾ അവൻ ഇന്നലെ വരെ ഭയപ്പെടുത്തിയിരുന്ന തിരമാലകൾ അവന്റെ കാലിന്റെ അടിയിൽ അടങ്ങിയിരിക്കുകയാ. ലറഗനഗമന. യേശു എന്ന വെളിപ്പാടിന്റെ മുന്നിൽ ഹല്ലേലൂയ തിരക്ക് അനങ്ങാൻ പറ്റുന്നില്ലെന്നേ. ഹല്ലേലൂയ. ലാധന ലറഗദനി മന റഗദനിയ ശദനി മന റഗദനിയ. ഹല്ലേലൂയ. അവർ പിന്നെ കാണുന്നത് തിരമാലയല്ല, അവൻ യേശുവിന്റെ കാലവർ കാണുകയാ. ഹല്ലേലൂയ. ഇതുവരെ അവർ കേട്ടുകൊണ്ടിരുന്നത് ഭയപ്പെടുത്തുന്ന കാറ്റിന്റെ ശബ്ദമാണെങ്കിൽ ഇപ്പോൾ അവർ കേൾക്കുന്നത് ഒരു ഇമ്പസ്വരമാ. ഞാനാകുന്നു അവൻ, മകനെ ഞാനാകുന്നു, മകളെ ഞാനാകുന്നു. ഹല്ലേലൂയ. ഓ റഗദലഗമന ശദനിമന റഗദലഗമന റബോദിനിമന റഗദനിയ. ഹല്ലേലൂയ. ശാന്തമായ അത്ഭുതേര ദൈവസന്നിധിയിൽ നിന്ന് ഓ റധനഗമന റഗദനഗമന ശധൂനിയ ലംബ്രമാദില റഗദനിയ ലേധീനിയ ലറഗദനഗമന ഓ റധന ലറഗദനഗമന ലേധീനിമന റഗദനഗമന.